സത്യ സത്യ നേന്ത്രപ്പഴം എന്താവില്ല? നേന്ത്രപ്പഴം 65 റുപ്യ എടുക്കണോ? കഴിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നെഞ്ചരിച്ചല്ലേ. എന്താ ഇതൊന്നും ഗ്യാസാണ്, ഭയങ്കര ഗ്യാസ്. സമയപ്പെട്ടും കിഴപ്പെട്ടും പോടില്ല, ഇനി ഇങ്ങനെ വീർത്ത് വരും. കണ്ടോ പോണില്ലേ? കൊണ്ടോക്കോന്ന് വരുവേ. വേണ്ട വേണ്ട അതെ, അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണേ. ഉപേക്ഷ വിചാരിക്കരുത് കേട്ടാ. ആ ശരി ശരി. ഓ എന്താ 2-3 ദിവസമായിട്ട് തുടങ്ങിയതാണേ തോളിന്റെ വേദന. തോള് വേദന? ആ ഡോക്ടറെ പോയി കണ്ടു. ഷുഗറാ. ഇവിടെ തരിപ്പ് പോലൊരു വേദന. തരിപ്പ് ഇവിടെ തരിപ്പ് മാത്രമല്ല, മൂത്രമൊഴിക്കലും പിന്നെ ഉറക്കമല്ല, തലയ്ക്ക് വരും. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം പോയില്ലേ? ഷുഗറാ എനിക്കുണ്ട്. എനിക്കുണ്ട് ഷുഗറാണ്. ഷുഗറാ? ഒന്നാമത് നമുക്കൊന്നും ഒരസുഖമില്ല, ആദ്യം അത് മനസ്സിലാക്ക്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് എഴുതും മരുന്നിന്, എന്നിട്ട് ഒരുപാട് ഗുളികൾ തരും. ഈ ഗുളി ഒക്കെപ്പാടിന് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്കാണ് കുഴപ്പം വരിക. നമുക്ക് എന്ത് അസുഖമാണുള്ളത്? ഇപ്പൊ എന്നൊക്കെ പ്രായം കുറവാ നിങ്ങൾക്ക് രണ്ടാൾക്കും. വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് സത്യേട്ടാ, ഞാനിപ്പോ ഈ ഷുഗറിന്റെ ഇത് വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ കൊളസ്ട്രോളും ഉണ്ട്. ഞാൻ നോക്കി ഈ തലയ്ക്കുള്ള പെരുപ്പും പ്രശ്നമൊക്കെ വന്നത് കൊളസ്ട്രോൾ കൂടിയിട്ടാണ്. ഈ തലയ്ക്ക് പെരുപ്പും ഉറക്കം കുറവൊക്കെ അല്ലേ? എനിക്കുണ്ട് കൊളസ്ട്രോളേ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് എന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് നേരെ പേരമരം നിൽക്കുന്നുണ്ട്. ആ പേരയുടെ ഒരു 4 എണ്ണം എടുക്കുക, ഒരു തുള്ളി വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് ആ വെള്ളം 2-3 നേരം കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഷുഗർ പോവും. പക്ഷെ വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കലാണല്ലോ ഈ ഷുഗറിന്റെ അസുഖത്തിന്. പക്ഷെ ഈ വെള്ളം കുടിച്ചാൽ വീണ്ടും മൂത്രമൊഴിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, വെള്ളം കുടിച്ച് മൂത്രമൊഴിച്ച് പോണല്ലോ. അതല്ലേ, വെള്ളം കൂടി കുടിക്കാൻ മൂത്രം ഇങ്ങനെ പോയിക്കോട്ടെ, എന്താ കുഴപ്പം? പേരുടെ ഇല പൊട്ടിക്കുമ്പോ കുറച്ച് എനിക്ക് കൂടി പൊട്ടിക്കും. അതേപോലെ ഇപ്പൊ എന്താ പറയുക, മറ്റേ കൊളസ്ട്രോൾ ഇല്ലേ? അതിനൊരു പ്രശ്നമില്ല. അതിന് മറ്റേ ഈ കാന്താരി മുളകില്ലേ, കാന്താരി ചീനിമുളകല്ലേ? ചീനമുളക്. ഇത് ഒരു ലേശം പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് നേരെ ഉപ്പിലിടുക. ആ ഉപ്പിലിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ചോ. എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിങ്ങനെ എടുക്കുക അത് കഴിക്കുക. ഡോക്ടറെ ഇത് ഗുളിയും കഴിക്കുക, ഇതും കഴിക്കുക. അപ്പൊ ഗുളിക കഴിക്കണ്ടെന്ന് പിന്നെ എന്തിനാ ഗുളി കഴിക്കണേ? എന്റെ സത്യേട്ടാ, ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ ചെയ്തോണ്ടിരുന്നതാണ്. ഇത് പണ്ടത്തെ ഷുഗറും കൊളസ്ട്രോളും അല്ല, ഇപ്പോഴത്തെ കുറച്ചുകൂടെ ശക്തിയായിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുവരെ മരുന്നും ഗുളിയൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഈ വക പരിപാടിക്കേ നിൽക്കാറില്ല. ഭാഗ്യവാൻ. അസുഖം വരാറുണ്ടോ? ഒരു അസുഖമില്ല, പനി പോലും വന്നില്ല, ഒന്നും വന്നില്ല. എന്തിനിപ്പോ നമ്മള് മറ്റേ വാക്സിനൊക്കെ എടുത്തായിരുന്നില്ലേ? ഇല്ലല്ലോ. എന്തിന് എടുത്തില്ല? ഒരു പ്രശ്നമില്ല. വെറുതെ കണ്ട മരുന്നുകൾ നമ്മുടെ മേളിൽ കുത്തി കയറ്റാണ്, ഒരു കാര്യമില്ലാന്ന്. ശരിയാട്ടോ. കാര്യത്തിനാണ് വെറുതെ മരുന്ന് കഴിക്കാൻ നിൽക്കണത്? വലിയ ഭാഗ്യാണ് നിങ്ങളെ. പ്രസാദ എന്തേ പ്രശ്നമാണോ? കല്ലിന്റെ പ്രശ്നമാണല്ലേ? ശരി കല്ലിന്റെ പ്രശ്നമാണല്ലേ? എനിക്കുണ്ട് ഈ കല്ലിന്റെ പ്രശ്നം. എന്ത്? മൂത്രത്ത് കല്ലല്ലേ? കോപ്പാണ്. അവിടെ വീടിന്റെ അവിടെ മതിൽ കെട്ടാനായിട്ട് 2 ലോഡ് കല്ലിറക്കാൻ പറഞ്ഞു. അവ ഇപ്പൊ സമയത്ത് വിളിച്ചിട്ട് പറയാണ് കല്ല് കിട്ടൂലാന്ന്. എന്ത്? അല്ല, മൂത്രത്ത് കല്ലിന്റെ പറഞ്ഞാൽ അതുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കല്ല് ലോഡിറക്കണ കാര്യം പറഞ്ഞിരുന്നേ. എത്ര ലോഡ് ഇറക്കി? ഇപ്പൊ 1 ലോഡേ കിട്ടിയുള്ളൂ. 1 ലോഡേ കിട്ടിയുള്ളൂ. എന്നാ സൂര്യനെ ഏൽപ്പിച്ചാൽ മതി, ബാക്കി ഓപ്പര് ഇറക്കിക്കോളൂ. അത് നിങ്ങളിങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അസുഖമുള്ളവർക്ക് അതിന്റെ വിഷമം അറിയും. എനിക്ക് മൂത്രം ഇങ്ങനെ ഉറ്റിട്ട് പോകുമ്പോ എന്ത് കടച്ചിലറിയാം, മൂത്രത്ത് കല്ലിന്റെ തന്നെയാണ്. സുഖത അതൊക്കെ തോന്നലെന്ന്. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്. കണ്ട ഈ എല്ല് തേയ്മാനം ഉള്ളതുകൊണ്ട് ഇവിടെ കഴുത്തിനൊരു വേദനയാണ്, പിന്നെ കണ്ണിന് കണ്ടോ ഒരു മങ്ങലാണ്. അങ്ങനെ അസുഖങ്ങൾ ഉണ്ട്, ഇല്ല പറഞ്ഞങ്ങനെ. നമ്മൾ അസുഖം ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അസുഖം വരും. ഏതിലെങ്കിലും പോണ അസുഖം നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ പറഞ്ഞത് രണ്ടാളും പറഞ്ഞു വെച്ചിട്ട് മന്മഥന് യാതൊരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? സുഖം പക്ഷെ വേണമെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടോ. ഏത് ഡോക്ടറെ? മാനസികത്തിന്റെ ഡോക്ടറെ. കാരണം എന്താ വെച്ചാൽ ഈ വക അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് മാനസികം ഉണ്ടാവും. അതന്നെ കണ്ടോ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ. എന്നിട്ട് പോയി കാണിച്ചിട്ട് ഡെയിലി ഉറങ്ങണതിന്റെ മുമ്പ് രാത്രി ഒരു ഗുളി കഴിക്കണ്ടേ? ഗുളി കഴിക്കണ്ടോ? ഞാൻ ഇറങ്ങട്ടെ. ഗുളി കഴിക്കണ്ടതിനല്ലേ? അല്ല മന്മഥ, ഞാനും വരണ്ട. ഇല്ലല്ലോ, ഒന്നുമില്ല. അതെന്തേ? അപ്പൊ ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമില്ലേ? നിങ്ങൾ ഒരു അസുഖം ഇല്ലാത്ത ആള്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അസുഖം വന്നിട്ടില്ല? എനിക്ക് ദൈവം വിചാരിച്ചിട്ട് യാതൊരു അസുഖം. ഒരു ഡോക്ടറിനും കണ്ടിട്ടില്ല? ഇല്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഒരു അസുഖം ഇല്ലാത്ത മനുഷ്യൻ. ഞാൻ കടടക്കായി. നാണല്ലാത്ത കഴുതകള് അസുഖം പറഞ്ഞ് നടക്കാണ്, ഉളുപ്പില്ലാത്തവന്മാർ. അതെ,
അമ്മേ എന്താ സത്യേട്ടാ? ഒന്നുമില്ല ഒന്നുമില്ലാന്നൊന്നും പറയണ്ട. വേദനയാണോ വയറിന്? ചെറുതായിട്ട് കുറച്ചുള്ളൂ, പതുക്കെയുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കുമ്പില്ല, കൈ കഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോ ചെറുതായിട്ട്, അത് കാര്യമില്ല, കുഴപ്പമില്ല. വല്ല ഡോക്ടറെയും പോയി കാണാൻ നമുക്ക്. ഇത് ഇടയ്ക്കിടയ്ക്ക് വരണുണ്ടല്ലോ. ഇത് ആ പരിപ്പ് കറി വെച്ചിട്ടാണ്. എന്തിനാ പരിപ്പ് കറി വെച്ചത്? വേറെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കൂട്ടാൻ വെക്കാം, എന്നാലും ആ പരിപ്പ് കൊണ്ടായിട്ട്. അല്ല, അപ്പൊ ഇന്നലെ ഇവിടെ പരിപ്പ് കറിയായിരുന്നു. ഇന്നലെ പരിപ്പ് കറിയല്ല. അപ്പൊ വയറിന് വേദന ഉണ്ടായില്ലേ? അത് ചെറുതായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നും വയറ് വേദന ഉണ്ടല്ലോ. അത് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ മാറും. ഗ്യാസാണ്. എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് തന്നെ എന്താന്ന് ചോദിക്കണ്ടേ ഡോക്ടറോട്? ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറില്ലേ? പിന്നെന്താ, കടയിൽ പോണ്ട നീ? കടയിൽ പോവാം. പിന്നെന്താ, ഒരു ദിവസം ഒന്ന് കണക്കാക്കി ആ ഡോക്ടറെ പോയി കണ്ട് ഒന്ന് ചോദിച്ചൂടെ? ഒന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല. മിണ്ടാണ്ടിരിക്കണ്ട മണ്ടോദരി. എന്താണ് ഇപ്പൊ പ്രശ്നം? വയറുവേദനക്കല്ലേ? എനിക്കിപ്പോ അത്ര ഇല്ല. അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല. വയറുവേദന ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ഇന്നാളൊരു വയറുവേദന വന്നപ്പോഴും പറഞ്ഞു നീ ആശുപത്രി പോകും. എന്താണ് ആശുപത്രിയിൽ ഒരു അവിടെ പോയിട്ട് ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗുളിക കേൾക്കാൻ എഴുതും. ആ ഗുളിക ഒക്കെ പാടെ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്ക് അസുഖം വരും. അറിയോ? എന്നിട്ട് നാട്ടുകാരെ മുഴുവനെ പറഞ്ഞിട്ടുണ്ടാക്കണം സത്യശീലന് അസുഖമാണ്, സത്യശീലൻ രോഗിയാണ്. എന്റെ സത്യയുടെ മനുഷ്യരായ അസുഖമൊക്കെ ഉണ്ടാകും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആശുപത്രി ഡോക്ടർമാരൊക്കെ ഇവിടെ ഉള്ളത്. ഒന്ന് പോയി കണ്ടു വെച്ചിട്ട് എന്താന്നേ? ഇപ്പൊ വേദനയുണ്ട്. എന്റെ മണ്ടോദരി, നീ ഒരു ഇത്തിരി സമാധാനം തരുവോ? ഞാൻ മിണ്ടാതിരുന്നാ മതിയോ? മിണ്ടാതിരുന്നാ മതി. അതന്നെ രോഗിയാക്കാൻ വേണ്ടിട്ടാണ്. എന്ത് രോഗിയാക്കാന്ന് പറയണേ? മനുഷ്യന് അസുഖം വന്നാൽ ആശുപത്രി പോണം, അല്ലാതെ ഇവിടെ അഭിമാനിയായിട്ട് എങ്ങനെ ഇരുന്നാ മതി? ക്യാമ്പിലും മെഡിസിറ്റിയിലും ഇന്ദിരാഗാന്ധിയിലെയും പ്രഗത്ഭരായ എല്ലാ ഡോക്ടർമാരും പങ്കെടുക്കേണ്ടതേ. രജിസ്റ്റർ ചെയ്ത് ആദ്യം കാണാം. സത്യേട്ടാ അവിടെ നിന്ന് വിളിക്കാം. സത്യേട്ടാ, നമ്മൾ ഈ കൽപ്പന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലേ ജനുവരി 28 ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ. മെഡിക്കൽ ക്യാമ്പേ. മെഡിക്കൽ ക്യാമ്പോ? മെഡിക്കൽ ക്യാമ്പ് അതല്ല സത്യേട്ടാ, നമ്മുടെ ഈ പരിസരത്തെ ആ വാട്ടർ ടാങ്കിന്റെ പടിഞ്ഞാറ് വശത്തായിട്ട് നമ്മളൊരു സർവേ നടത്തി. അപ്പൊ തന്നെ 8-10 ക്യാൻസർ രോഗികളുണ്ട്. നമ്മളിത് തുടക്കത്തിലേ കണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ ജീവൻ രക്ഷപ്പെടാം. അത് നിസാരമായിട്ട് കാണുകയും അതിന് താല്പര്യം ഇല്ലാതെയൊക്കെ ഇരുന്നാൽ നമ്മൾ വലിയ ഗുരുതരമായ രോഗത്തിലോട്ട് പോകും. എനിക്ക് ഈ വക അസുഖങ്ങളൊന്നുമില്ല. എന്റെ സത്യമായിട്ട് ആർക്ക് ഉണ്ട് ഇല്ലാന്നൊന്നും നമുക്ക് അറിയാൻ പറ്റൂല. ഇതെന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാര്, ഒരുപാട് മെഡിക്കൽ വിഭാഗത്തിലെ ആളുകൾ ടെസ്റ്റ് ചെയ്യണവര്, കണ്ണിന്റെ, കിഡ്നിയുടെ, ലിവറിന്റെ ഈ ഒരു സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണം നമ്മള് നാട്ടുകാർ. നമുക്ക് എന്താ സൂക്കേടുന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്താലും മനസ്സിലാവും. ഇതിനൊക്കെ എന്റെ സുഹൃത്ത് സത്യവാരൻ ആരോഗ്യ ദൃഢഗാത്രൻ, ഓനെ അറ്റാക്ക് ആയിട്ട് 3 ദിവസം മരിച്ചുപോയി. ഒരു ടെസ്റ്റ് നടത്തിയിട്ട് അപ്പൊ ഓനില്ലാത്ത സൂക്കേടൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ എനിക്ക് ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ജാതി ഒന്നും എന്റെ അടുത്തേക്ക് വരില്ല. ഷുഗർ നോക്കിനാ? എന്തിനു ഷുഗർ നോക്കിനാ? പ്രഷർ നോക്കിനാ? പ്രഷർ നോക്കേണ്ട കാര്യമില്ല, അതില്ലല്ലോ. എല്ലാം നോർമലാ. ഇതൊക്കെ എന്തറിയോ, ഈ ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നം. അത് വിചാരിക്കാതിരുന്നാ മതിയല്ലോ. അല്ല സത്യം, അങ്ങനെ പറയാൻ പാടില്ല. ക്ലാസ് ഉണ്ട്, ബോധവൽക്കരണ ക്ലാസ്. നിങ്ങൾക്ക് എന്റെ കഥ അറിയോ? ഷുഗർ, അൾസർ, പ്രഷർ, ക്യാൻസർ ഇറില്ല എല്ലാ സാധനം എനിക്ക് ഉണ്ടായി. ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നലെ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനത്തെ ആളാ ഞാൻ. അതെ, ഇതിൽ ഏതൊക്കെ ഡോക്ടർമാരെ ഒന്ന് വെച്ചോ സത്യേട്ടൻ ഞങ്ങള് വീട്ടിൽ ചെന്നിട്ടുണ്ടായി. സത്യേട്ടന്റെ അപ്പൊ മണ്ടു വെച്ച് പറഞ്ഞ് എന്തോ ഒരു അസ്വസ്ഥത സത്യേട്ടനുണ്ട്, വയറിന് എന്തോ അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞില്ലേ? വയറിന്റെ കംപ്ലൈന്റ് പറഞ്ഞു. ആര് മണ്ടുവോ? ചേച്ചി പറഞ്ഞല്ലോ. അവളങ്ങനെ പറഞ്ഞോ? പിന്നെ അവളെന്താ പറഞ്ഞു? അവള് പറഞ്ഞ എന്തോ വയറിന് അസ്വസ്ഥത ഉണ്ട്, 2-3 ദിവസമായിട്ട് ഒരു കിടക്കമരുന്നില്ല. അപ്പൊ സത്യേട്ടനെ ഉറപ്പായിട്ട് അതിൽ പങ്കെടുപ്പിക്കാം. എന്താ സംഭവം എന്ന് പറയാൻ ഇടയ്ക്ക് ഈ പരിപ്പ് കൂട്ടാൻ എന്തെങ്കിലും കൂട്ടുന്ന സമയത്ത് ചെറിയൊരു ഗ്യാസ് വരും. അതെല്ലാവർക്കും വരില്ലേ? പണക്കം വന്നിട്ടില്ലേ? അതെല്ലാവർക്കും വന്നിട്ടില്ലേ? അത് അത്രേ ഉള്ളത്. അതല്ലെന്ന് അതെന്താണെന്ന് നോക്കണേന് കുഴപ്പമില്ലല്ലോ. എന്തിന് എനിക്കറിയാലോ, പരിപ്പാണ് പരിപ്പ്. നമ്മൾ ഈ ഗ്യാസാണ് പ്രഷറാണെന്ന് പറഞ്ഞിരിക്കും. ഈ ഗൗരവമുള്ള അസുഖങ്ങളൊക്കെ അറിയാൻ പറ്റില്ലാന്നേ. വെറുതെ അകാലത്തിൽ വിട പറയണ്ടല്ലോ, അതുകൊണ്ടാണ്. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, വന്നൂടെ. അപ്പൊ ദൈവം സഹായിച്ചിട്ട് ഒന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പൊ സമയമുണ്ട് അവിടെ ഒന്ന് പങ്കെടുക്കണം. അറിയാവുന്നവരോടൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു ഡൊണേഷൻ സാധാരണ ആളുകൾക്ക് ഉള്ളവര് ചികിത്സിച്ചോട്ടെ, ഇല്ലാത്തവർക്ക് വേണ്ട. വേറെ ആരെങ്കിലും കൊടുത്തോ?
ഞാൻ പോട്ടെ. ശരി എന്നാ അപ്പൊ പങ്കെടുക്കണേ. ഭക്ഷണം കഴിക്കാൻ പോണേ. ആ പോയിക്കോ. അപ്പൊ നിങ്ങള് ഭക്ഷണം കഴിച്ചോ? ഞങ്ങള് കഴിച്ച് പരിപ്പാണോ വീട്ടില്? നമ്മളില്ല. പിന്നെ. ശരി എന്നാ കേട്ടാ. ഓക്കെ എന്ത് മനുഷ്യനാണ് ഒരു സൈഡ് വലി കണ്ടിട്ടാ കണ്ട തിരുമ്മിക്കൊണ്ട് പോണം. ഈ കുരുത്തം കെട്ടോളും മനുഷ്യന്റെ മാനം കളയുന്നാണല്ലോ തോന്നുന്നത്. ഇപ്പോൾ എന്തിനാണ് ഇത് നാട്ടുകാരോട് മൊത്തം വിളിച്ച് പറയാൻ നിൽക്കണത്? കഴുത. കണ്ടോ കണ്ടോ ആ എന്റെ തലമട്ട ഞാൻ പൊട്ടി. ദേ ഇപ്പാവാ. എന്താണ്? ഇപ്പൊ തരാ കഴിക്കാൻ. അതെ ഒന്നോട് നോക്ക്. എന്തൊക്കെ കുഴപ്പം? എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. നീ എന്തിനാ ഇവിടെ മെഡിക്കലിന്റെ ആൾക്കാർ വന്നില്ലേ? ആ മെഡിക്കൽ ക്യാമ്പുകാര് ആ, മെഡിക്കൽ ക്യാമ്പ്. വന്നു. ആ അവരോട് എന്തിനാ എനിക്ക് അസുഖം എന്ന് പറഞ്ഞത്? അയ്യോ ഞാൻ അസുഖമൊന്നല്ല പറഞ്ഞേ. പിന്നെ ഏട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞേ അവിടെ ചെന്നാ മതി, ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് തരാം. അവിടെ അങ്ങനെ ഒരു ഫ്രീ വേണ്ട. അവരുടെ അവിടെ പോവണമെങ്കിൽ എന്തെങ്കിലും കാര്യം വേണമെന്ന്. എന്റെ ഏട്ടാ അതിന് അവിടെ അങ്ങനെ അസുഖമുള്ളവര് മാത്രമൊന്നുമല്ല, പഞ്ചായത്തിലുള്ള എല്ലാരും പോകും. ആ പഞ്ചായത്തിലുള്ളവർ പോകണ്ട, ചേട്ടൻ പോയിക്കോട്ടെ. ഈ ഞാൻ എങ്ങാനും അവിടെ പോയിരുന്നു, ഒരു 10 ആള് വന്നിട്ട് അത് കണ്ടു. ഈ കണ്ട ആളുകൾ നാളെ കടയിൽ വന്നിട്ട് ചോദിക്കും, എന്താ സത്യേട്ടാ, എന്താ പ്രശ്നം, എന്താ അസുഖം, അവിടെ വേദന ഉണ്ടോ, ഇവിടെ വേദന ഉണ്ടോ, ഹൈ നിങ്ങൾ അവിടെ കണ്ടല്ലോ, എന്തിനാന്ന് എന്നിട്ട് ഇവരോടൊക്കെ അതിന് സമാധാനം പറയാൻ കണ്ട ഞാനേ. സത്യേട്ടാ അതിപ്പോ എല്ലാവരും പോകുന്ന. എല്ലാവരും പോകണമെങ്കിൽ പോയിക്കോട്ടെ, എനിക്ക് ഒരു അസുഖമില്ല, ഞാൻ പോകുന്നില്ല, അതന്നെ. ഈ മേലാൽ ഇത് ആരോടും പറയരുത്, അതിന് വേണ്ടിയിട്ടാ പറയണത്. ഓ സുഖം. വയറുവേദന മാറിക്കോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞു കേട്ടോ. കണ്ടോ വയറുവേദന ഒന്നില്ല ഇപ്പൊ. വയറുവേദന ഒന്നും അല്ല, ഒരു കുഴപ്പമില്ല. വയറുവേദന കൊഴപ്പില്ല, അതിങ്ങനെ തട്ടണ എന്തിനാ? ആയോ? ഇപ്പൊ ആവും. ആ നാക്ക് വേഗം. ഏട്ടാ ആ എന്നാ ഏട്ടൻ അവിടുത്തെ ഡോക്ടറെ ഒന്ന് കാണണ്ട, എന്നെ ഒന്ന് അവിടെ വരെ കൊണ്ടുപോവോ? നിന്നോട് ഞാൻ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? ഇവിടെ വേനുണ്ടോ? അപ്പൊ ഇവിടെ മേനുണ്ടോ കേക്ക്? അപ്പൊ ഇവിടുത്തെ നീരല്ലേ പോയത് അങ്ങടെ ഇറങ്ങണായി. അത് ശരി. പിന്നെ അവിടെ മേനല്ലാണ്ട് നിക്ക. എന്താ ഇത് വെച്ച് പോയാക്കാ? ഒന്നുമില്ല എന്റെ സത്യ, ഞാൻ കാലേ ഇപ്പൊ കുറച്ച് 1-2 മാസായി മെല്ലെ ആക്കട പോയതോ. അത് ഇപ്പൊ ഈ കാലിന്റെ മുട്ടിന്റെ അവിടെ തിരി നീരുണ്ടായിരുന്നു. അപ്പൊ ഈ കാലിന്റെ വണ്ണ കൂടെ ഇറങ്ങിയിട്ട് ഇപ്പൊ ഉപ്പുറ്റിയിലാണോ പാദത്തിലാണോ എവിടെ വേന നിക്ക അറിയില്ല. എന്റെ ഇപ്പൊ 2 കാലം നിലത്ത് വെക്കാൻ പറ്റില്ല വാപ്പക്ക്, ഒരടി നടക്കാനും പറ്റില്ല. എന്താ കാട്ടി? ഡോക്ടറെ കാണിച്ച്. എന്തിന്? ഞാൻ അപ്പഴേ വാപ്പനോട് പറഞ്ഞതാ, വൈദ്യരെ കാണിച്ചാ പോരേനിയോ? ഡോക്ടറെ അടുത്തേക്കും വൈദ്യരുടെ അടുത്തേക്കും ഒന്നും പോകരുത് ഈ വക അസുഖങ്ങൾക്ക്. പിന്നെ രോഗം മാറണ്ടേ സത്യേട്ടാ? എന്റെ പൊന്നു പോയാക്ക, കണ്ണി കണ്ട മരുന്നുകൾ മുഴുവൻ എഴുതും, അതൊക്കെ തിന്ന് കഴിച്ചാൽ കിഡ്നി പോവും. അല്ല ഇപ്പൊ എന്താ വേദന മാറണ്ട സത്യ? നടന്നാ മതിന്ന്. നടക്ക ഇവിടുന്ന് കക്കൂസിലേക്ക് നടക്കാൻ പറ്റില്ല വാപ്പക്ക്. പിന്നെ അതാ ഞാൻ പറയണത്. അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്, അതായത് ഈ വക അസുഖത്തിനൊന്നും വേറെ പട്ടയ്ക്ക് പോകരുത്. വാപ്പ വെറുതെ എങ്ങനെ നടന്നാ മതി. ഇപ്പൊ ഇത് കൂടെ നടക്കില്ല നിങ്ങള്. ഏടോ ചെങ്ങായി നടക്കാൻ പറ്റണ്ടേ? കാല് നിലത്ത് കുത്താൻ പറ്റില്ല സത്യേട്ടാ. എന്നാ ഒരു കാര്യം ചെയ്യ്. ഇവിടെ മറ്റേ ഈ ഇതില്ലേ, ഏത് ഈ മറ്റേ എന്താ പറയാ, ഏത് എന്താ പറയണത്, മറ്റേ ഈ മറ്റേ സാധനല്ലേ, എന്ത് സാധനം? ഈ മറ്റേ ഏലേ എന്താ ആന്ന് മറ്റേ കുറുന്തോട്ടിയോ? എന്തൊട്ടിയല്ലടോ, മറ്റേ ഇത് പ്ലാവിന്റെ അല്ല, രാവ ഇപ്പൊ എങ്ങനെ കിട്ടാണ്ട് തപ്പിയായിരുന്നു? പ്ലാവിന്റെ അല്ലേ? ആ പ്ലാവിന്റെ അല്ല പഴുത്തത് താഴെ വീണിട്ടുണ്ടാവും. അതാ കുട്ടികളോട് പറഞ്ഞിട്ട് അത് കുറച്ച് പോയി എടുക്കുക. ഇതെന്താ വാപ്പ ആടോ രാവിലെ നന്നായി? പാപ്പക്ക് തിന്നാൻ കൊടുക്കാനല്ല ചങ്ങാതി, അത് കൊണ്ടുവന്നൊരു ലേശം വെള്ളം തിളപ്പിക്കാം. കുറച്ച് വെള്ളം ഇട്ടിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ പതുക്കെ മുക്കി പിടിച്ചാൽ മതി, ഈ സംഗതി പോവും. അതുകൊണ്ടൊന്നും സത്യേട്ടാ ഇത് വാദാണ് സത്യേട്ടാ. ഞാൻ വാപ്പനോട് പറഞ്ഞു 70 വയസ്സ് കഴിഞ്ഞ് മൂപ്പർക്ക്. എടാ വാതാന്ന് എന്തിനാ ഈ തീരുമാനിക്കണേന്ന്? വാപ്പക്ക് അങ്ങനെ ഒരു അസുഖം വരില്ല, അങ്ങനെ വരേണ്ട കാര്യമില്ല. ഒന്നാമത് ഈ തടിയില്ലാത്ത ആൾക്കാരില്ലേ, ആരോഗ്യമില്ലാത്തൊരു ആരോഗ്യമില്ലാത്ത ആൾക്കാർക്ക് വരേണ്ട കേടാത്. മൂപ്പര് നല്ല ആരോഗ്യമുള്ള ആളല്ലേ, പയറുമണി പോലെ നടക്കണ ആളല്ലേ ആയിരുന്നു. ഇപ്പൊ പറ്റുന്നില്ല വാപ്പക്ക്. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. മരുന്ന് കഴിക്കരുത് കേട്ടോ. മരുന്ന് കഴിക്കണ്ട്. ആ മരുന്നൊക്കെ പാടെടുത്ത് ചുറ്റിക്കുട്ടി വലിച്ചെറി. എന്തെത്താ നിങ്ങൾ പറയുന്നത്? ഡോക്ടർമാരെ എഴുതി തരുന്ന മരുന്ന് ഇവര് MBBS പഠിച്ച ആൾക്കാരല്ലേ? ഇത് മറ്റേ ഉളുക്കിയതാവോ? ഉളിക്കതല്ല, ഉളിക്കതൊന്നല്ല സത്യ. ഇത് മുട്ടനെ ഇവിടുന്ന് കൂടെ താഴോട്ട് ഇറങ്ങിയാണ് ഉളുക്കാവും. ഉളുക്കന്നെ ഒരു കാര്യം ചെയ്യും, അമ്മിക്കുട്ടിയില്ലേ, അമ്മിക്കുട്ടി അല്ലെങ്കിൽ അമ്മിയിൽ അരക്കണ മറ്റേ അതിന്റെ കുട്ടിയില്ലേ, ഒന്നുകിൽ അമ്മിക്കുട്ടി അല്ലെങ്കിൽ മറ്റേ ആട്ടണ കല്ലില്ലേ, ഒന്നുകിൽ ആ കല്ല്
അത് എടുത്തിട്ടൊന്ന് കെട്ടി തൂക്കി നോക്ക്. കാലുമേ ആ അത് കെട്ടിട്ട് ഇങ്ങനെ അട്ടിയാ മതി. അപ്പൊ ഇക്ക് തന്നെ നടക്കാൻ പറ്റില്ല. ഇനിയിപ്പോ അതും കൂടി കെട്ടിട്ട് എങ്ങനെയാ ഞാൻ നടക്കല്? നിങ്ങൾ ഈ വാപ്പാനെ കൊണ്ട് പറ്റണ പനി എന്തെങ്കിലും പറയുന്നത് അത് മരുന്ന് കുടിച്ചോട്ടെ, നിങ്ങൾ പോയിക്കോളി. മരുന്ന് കുടിച്ചാ കേട് വരൂട്ടോ, അസുഖങ്ങൾ വരും. പറഞ്ഞില്ല 52 വയസ്സ് വരെയൊക്കെ ജീവിച്ചില്ലേ? ഞാനുണ്ടല്ലോ ഇന്ന് വരെ ആ ഒരു ഗുളികയുടെ സാധനം ഞാൻ അത് കഴിച്ചിട്ടില്ല. ആ നിങ്ങൾക്ക് ഒരു രോഗമില്ലല്ലോ. ഒരു രോഗമില്ല. അത് വിചാരിച്ചാ വരുതേ. അസുഖണ്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അസുഖം ഏതെങ്കിലും പോണ്ടിച്ച ഓടി വരും. നീ പറയണില്ലേ വാതാണെന്ന്, ഉറപ്പായിട്ടും വാദം വരും. അത് ശരി. ഇപ്പൊ ഈ കണ്ട ആശുപത്രിയിലൊക്കെ കിടക്കണ ആൾക്കാരൊക്കെ വിചാരിച്ചിട്ട് വന്ന അസുഖമാണ് അല്ലേ? കുറെയൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചോറ് കഴിച്ചോ? ഇല്ല, കഞ്ഞി കുടിക്കണോ? ചോറ് വെച്ചിട്ട് പോവാ. ഒന്നും വേണ്ട. ഇറങ്ങട്ടെ. അതാ ഒന്നുമില്ല. ഇല്ല ആ കണിട്ടുള്ളൂ. ഒന്ന് എനിക്കാനേ നടക്കാനുള്ള പ്രയാസം. എന്നാ ശരി കേട്ടോ. ഇറങ്ങട്ടെ. ആയിക്കോട്ടെ അത്യാ. ശരി. അട്ടേക്ക് പോവാ. ഇരിക്കാ കുറച്ചേരം വിളിക്കട്ടെ. അതേ മൂപ്പര് പറഞ്ഞേ കേട്ടിട്ടേ മരുന്ന് കഴിക്കാണ്ടക്കണ്ട. അനക്ക് എന്താ ചക്ക, ഓനിക്ക് പ്രാന്താണേ. അതറിയാലോ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഒരു രോഗത്തിനും ഒരു മരുന്നും കഴിക്കണ്ടെന്നാ പറഞ്ഞാവേ. എന്റെ കാലും അമ്മിക്ക് കുട്ടി കെട്ടി തൂക്കാനേ തന്നെ നടക്കാൻ പറ്റാത്തക്ക്